അനുഭവ സമ്പത്തുള്ള നടിയാണ്. ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചിത്രങ്ങളിലും സിനിമയിലും ഒക്കെ നടക്കും. എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനെന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിനയ രംഗത്ത് ഇത്രയും സൽസ്വഭാവിയായിട്ടുള്ള ഒരു വ്യക്തിയെ കിട്ടില്ല. എന്നെ സംബന്ധിച്ച് പറയാണ്, വേറെ എനിക്ക് അറിഞ്ഞില്ല. കാരണം ഞങ്ങളുമായിട്ട് അത്രമാത്രം ബന്ധം ഈ സീരിയലായിരുന്നാലും സിനിമയായിരുന്നാലും ഒക്കെ. ഈ സിനിമയുടെ വർഷം തോറുമുള്ള യോഗമാണ് ഗേൾ ബോഡി മീറ്റിംഗ്. ഗേൾ ബോഡി മീറ്റിങ്ങിൽ മുമ്പൊക്കെ ഞാൻ ഈ ബസ്സെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളുമായിട്ട് പോകുമ്പോൾ അന്നും കലകളത ഇവിടെ. അപ്പം ജയനാഥവർമ്മ സാറ്, കൊല്ലം തുളസി, അങ്ങനെ തുടങ്ങി തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ നടന്മാരെയും നടികളെയും കൊണ്ടുപോകാനായിട്ട് വലിയ ബസ്സിലാണ് മുമ്പോട്ട് പോകുന്നത്. അത് ആ ബസ്സിൻ്റെ ഏർപ്പാടുകളൊക്കെ നടത്തുന്നത് അവിടെ ഇടവേള ഭാഗവും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ഫുൾ ചുമതലയും എനിക്കാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ലതയെല്ലാം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിളിച്ച് ഇങ്ങനെ ചോദിക്കും, ചേട്ടാ എങ്ങനെയാണ് നമുക്ക് ഇവിടെ ഞാൻ എന്നിടത്ത് വരാം, പൂജപ്പുര വരാം. അപ്പം പൂജപ്പുരയായിരിക്കും ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രം. അങ്ങനെ അവിടെ നിന്ന് പോയി പഴുതയ്ക്കാട് ശ്രീമൂലം ക്ലബിൻ്റെ അപ്പുറം ട്രിവാൻഡ്രം ക്ലബിൻ്റെ അവിടെ നിർത്തി എല്ലാവരെയും കൊണ്ടാണ് പോയി. അത് ഇത്രയും താരങ്ങളോടൊപ്പം പോവും. തിരിച്ചും അതുപോലെ തന്നെ തിരിച്ച് ജയനാഥവർമ്മ സാറും അവരെല്ലാം, ജയനാഥൻ ചേട്ടൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേരുണ്ട്. അപ്പം വലിയ താരങ്ങളോടൊപ്പവും അന്നും ലതയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ 3ആയിട്ട് ചുരുങ്ങി. കാരണം അമ്മയ്ക്ക് ആ എമൗണ്ട് മുടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അത് മുടക്കിയിട്ടും അധികം ആളുകൾ ഒന്നും അതിനകത്ത് പിന്നെ അവരുടെ സ്വന്തം കാറുകളിലും അതും ഇതെല്ലാം പോയി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോൾ ഒരു കാറിന് ഞാനും കാറുടെ യോഗം ചോദിച്ചു ലതയും മാത്രമാണ് വർഷങ്ങളായിട്ട് പിന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ലതയാണ്. അപ്പോൾ എന്നും കാണുന്ന, എന്നും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാനുള്ള മനസ്സുള്ള വ്യക്തിയാണ്. ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് അത് സംഘടനയുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ആത്മ അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റ്, അവരുടെ പെൺ ആർട്ടിസ്റ്റുകളും എല്ലാമായിട്ട് പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. ആത്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അമ്മയും അതനുസരിച്ചിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളുമെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിവ് കിട്ടിയത്. കാരണം ഇത് രണ്ടും ഈ താരസംഘടനകളാണ്. അപ്പോൾ ഒരിക്കലും അവരെ താരങ്ങൾക്ക് വരുന്ന എല്ലാ
സഹായവും അവർ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് അമ്മയ്ക്കെങ്കിൽ നല്ല ഇൻഷുറൻസും ഒക്കെ ഉണ്ട്. അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയപ്പം ഉണ്ടാക്കിയപ്പോഴും ഇതൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ അതിനൊരു അർത്ഥം വന്നത് രവി ഗണേഷ് കുമാർ കൂടെ വന്നപ്പം അതിൻ്റെ സാന്നിധ്യം അതിൻ്റെ ഒരു വിലയും എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പം താരങ്ങൾക്ക് അതിനൊരു പ്രത്യേക ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ഈ സംഘടനകളെല്ലാം മാറിയെന്നുള്ളതാണ്. അപ്പോഴും യാതൊരു ആണല്ലേ? അതെ, അതിനുശേഷം കാരണം ഞങ്ങളുടെ അറിവിൽ തന്നെ ഒരു വർഷത്തോളമായി, ഒരു വർഷമായിട്ട് സിനിമാ സീരിയൽ രംഗത്തും മറ്റേ തൽക്കാലം മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതെന്താണ് കാരണം എന്നറിയാൻ വേണ്ടി ഞങ്ങളിവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നു കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റ് അവസ്ഥ മനസ്സിലായത്. ഒന്ന്, മറവി ബാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലത്ത് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലരെയൊന്നും മനസ്സിലായില്ല. അപ്പം എന്നെ കണ്ടപ്പോൾ ദൈവം തന്നെ മനസ്സിലാക്കാമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞു, ദിനേശ് ചേട്ടനല്ലേ എന്ന് പറഞ്ഞു. കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 9 സിനിമയിൽ എൻ്റെ ഓർമ്മ ശരി 5 or 6 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്ര സഹകരിക്കുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. വളരെ ഒരു വിധത്തിലുള്ള എനിക്കൊന്ന് ഒരു പ്രൊഡ്യൂസർക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന ഇത്രയും കാലത്തിനിടയിൽ ഈ കനകലതയെ പറ്റി പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ടെക്നീഷ്യൻസോ ആരും തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വർത്തമാനം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം ഒരു പക്ക പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിരുന്നു. അവർ കറക്റ്റായിട്ട് ജോലി ചെയ്യുക, അതിന് ശമ്പളം തന്നെ വളരെ കുറച്ചാണ് മേടിച്ചിരുന്നത്. എല്ലാം കൊണ്ടും എല്ലാവർക്കും ഒരു കയ്യിലൊതുങ്ങുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ എന്നെ കണ്ടിട്ട് പറഞ്ഞാൽ ദിനേശ് ചേട്ടനല്ലേ, ആ ഒരു സന്തോഷം എനിക്ക് തോന്നി. കാരണം ഇത്രയും വർഷം കൂടെ ഉണ്ടായിട്ട് നമ്മൾ ഓർത്തല്ലോ എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു ദിനംപ്രതി മോശമായിക്കൊണ്ടിരിക്കുക എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു വല്ലാത്തൊരു ഷോക്കായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് നമ്മളേക്ക് വിട്ടു പോകുന്നുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അന്നും സാധ്യതയില്ല. ഞങ്ങൾ വന്നപ്പോൾ അന്ന് അവർ വലിയ കാര്യമായിട്ട് പറഞ്ഞ സംഭവം എന്താണെന്നറിയാമോ, എന്നെ ഒരു പടത്തിന് വിളിക്കുന്നുണ്ട് എറണാകുളത്ത് നിന്ന്. അപ്പോൾ പടത്തിൽ പോയി അഭിനയിക്കണം എന്ന അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അവർ അന്നും പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് സന്തോഷം തോന്നി. കാരണം തിരിച്ച് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആണ് ഞങ്ങൾ പോയത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു ബാഡ് ന്യൂസാണ് നമുക്ക് കേൾക്കേണ്ടി വന്നത്. എന്തായാലും ഇങ്ങനെ നല്ല ഡെഡിക്കേഷനുള്ള ആർട്ടിസ്റ്റുകൾ ഇൻഡസ്ട്രിയിൽ കുറേ പേരുണ്ട്. അതിൽ വളരെ മുഖ്യമായിട്ട് എടുത്തു പറയാവുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് കനകലത. അവർ തീർച്ചയായിട്ടും ഇൻഡസ്ട്രി മൊത്തത്തിൽ എല്ലാവരും മിസ് ചെയ്യും. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്നതിന് കുറേ മുമ്പ് കനകലത ചേച്ചി അമ്പലമുക്കിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചേച്ചിയുടെ അടുത്ത് അഭിനയിക്കാൻ വേണ്ടി ഒരു ചാൻസ് വേണ്ടി കണ്ടിട്ടുണ്ട്. അതൊക്കെ ഓർമ്മ പറഞ്ഞ ചേച്ചി കണ്ടപ്പോൾ. അതിനുശേഷം ഒരുപാട് വർക്കുകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നല്ല വർക്കുകൾ വരുമ്പോൾ, നല്ല വേഷങ്ങൾ വരുമ്പോൾ ചേച്ചി ഒരുപാട് നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. ആ ഒരു വിഷമവും ദുഃഖവും പങ്കുവയ്ക്കുന്നു. ശരി.